ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈം റേറ്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിച്ചത്. അതെന്താ ടൈം റേറ്റ് സിസ്റ്റം എന്നും അതിൻ്റെ സൂട്ടബിലിറ്റി എന്തൊക്കെയാണെന്നും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിന് സിമ്പിൾ ഒരു എക്സാമ്പിളും പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പീസ് റേറ്റ് സിസ്റ്റം. നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്രയാണോ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ എംപ്ലോയീസിന് സാലറി, വേജസോ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ പേരാണെന്ന് പീസ് റേറ്റ് സിസ്റ്റം. എന്താണെന്ന് നോക്കാം. Under this method, wage are paid on the basis of the numbers of articles produced by the workers. In this case, wages are determined on the basis of quantity of work done. Rate per unit is fixed and workers are paid for the total unit produced. This system also known as payment by result. Earnings are calculated as follows. Okay. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പീസ് സിസ്റ്റത്തിൽ എത്ര ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ റെമ്യൂണറേഷന് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഓരോ ഔട്ട്പുട്ടിനും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ഇത്ര ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് പീസ് റേറ്റ് സിസ്റ്റം പേയ്മെൻറ്റ് ബൈ റിസൾട്ട് എന്ന പേരിലും അറിയപ്പെടും. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഏണിങ്സ് ഈസ് ഈക്വൽ ടു നമ്പേഴ്സ് ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു പീസ്. എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിനെ എത്ര പീസാണോ ആ പീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിന് ആൻസർ കിട്ടും. ഇനി അതിൻ്റെ സൂട്ടബിലിറ്റി ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ പീസ് റേറ്റ് സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആണ് when it is convenient to determine the fair and equitable പീസ് റേറ്റ് ഫോർ ഈച്ച്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള എന്താണ് ആ ഔട്ട്പുട്ട് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്യുന്ന ഈ സിറ്റുവേഷനിൽ ഈ പീസ് റേറ്റ് സിസ്റ്റം നമുക്ക് സ്യൂട്ടബിളാണ്. ഓക്കെ, എല്ലാവർക്കും തുല്യമായിട്ട് ഒരു പീസിന് 10 രൂപയാണ്. അപ്പോൾ അത് എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്താലും ആ 10 രൂപ വെച്ച് കൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുക. ഓക്കെ, രണ്ടാമത് വേർ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് ആർ മെഷേർഡ്. അല്ലേ, അപ്പോൾ എത്ര ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ് എത്രത്തോളം കുട്ടികൾക്ക് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. പക്ഷേ ആ സമയത്ത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കുക അല്ലേ, 10 സോപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ 20 സോപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ 100 സോപ്പ് ഉണ്ടാക്കി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ പീസ് റേറ്റ് സിസ്റ്റമാണ് ബെറ്റർ. ദെൻ വർക്കേഴ്സ് ഈസ് റിപ്പീറ്റേറ്റീവ് നാച്ചുറൽ. അതായത് വർക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുന്ന നാച്ചുറൽ, റൊട്ടേഷൻ ആയിട്ടുള്ള നാച്ചുറൽ ആണെങ്കിൽ നമുക്ക് പീസ് റേറ്റ് ആണ് ഏറ്റവും ബെറ്റർ അല്ലേ. ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം. ദെൻ ഇൻ കേസ് ഓഫ് ഔട്ട് വർക്കേഴ്സ് മീൻസ് വർക്കേഴ്സ് കുറച്ച് പോയിൻ്റ് വിട്ടുപോയതാണ്. വർക്കേഴ്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കേഴ്സ് എന്തായിട്ടുണ്ടെങ്കിൽ നല്ല എഫിഷ്യൻ്റായിട്ട് ഹാർഡ് വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് സൂട്ടബിളാണ്. ദെൻ വെൻ ക്വാളിറ്റി ഓഫ് വർക്കേഴ്സ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ ഈ മെത്തേഡാണ് ഏറ്റവും ബെറ്ററായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക. ദെൻ നെക്സ്റ്റ് നോക്കുക, വേർ ഔട്ട്പുട്ട് ഈസ് സ്റ്റാൻഡേർഡൈസ്ഡ്. ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആണെങ്കിൽ, സ്റ്റാൻഡേർഡൈസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ക്വാളിറ്റി വേണം എന്നുണ്ടെങ്കിൽ ഈ പീസ് റേറ്റ് സിസ്റ്റമാണ് ഈ സൂട്ടബിലിറ്റി ആയിട്ട് ഈ പീസ് റേറ്റ് സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വണ്, ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി അണ്ടർസ്റ്റുഡ് ബൈ വർക്കേഴ്സ് അല്ലേ. ഓരോ എംപ്ലോയീസിനും നമുക്ക് എത്രയാണ് ഇന്ന് ഇപ്പോൾ കിട്ടുക എന്നുള്ളത്, സാലറി കിട്ടുക എന്നുള്ളത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂറിന് 10 രൂപയാണെങ്കിൽ ഇപ്പോൾ 5 മണിക്കൂർ ഒരാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ടിന് 10 രൂപയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു 10 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 100 രൂപ കിട്ടുന്ന കൺഫേമാണ്. ഇനി 12 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 120 കിട്ടുന്ന എംപ്ലോയീസിന് കൺഫേമാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വണ്, ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓർ ജോബ് ഈസിലി ഡിറ്റർമിൻ അല്ലേ. ഓരോ എംപ്ലോയീസിനും ഇത്ര കോസ്റ്റായി ഇത്ര ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരാൾ 10 ഔട്ട്പുട്ട് പ്രൊഡ്യൂസിന് അയാൾക്ക് 100 രൂപ, 12 ഔട്ട്പുട്ട് പ്രൊഡ്യൂസിന് അയാൾക്ക് 120 രൂപ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ്സ് ടു മോർ പ്രൊഡ്യൂസർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ എന്ത് കിട്ടും, ഇൻസെൻറ്റീവ്സ് കിട്ടും. ദെൻ ലെസ് സൂപ്പർവിഷൻ ഈസ് റിക്വേർഡ് അല്ലേ. ഇവിടെ സൂപ്പർവിഷൻ്റെ ആവശ്യം തന്നെ ഇല്ലയെന്ന് പറയാം. കാരണം
ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കൂടുതൽ ഇൻസെൻറ്റീവ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഔട്ട്പുട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ ഞാൻ കുറച്ചാണ് ചെയ്യണുള്ളെങ്കിൽ എനിക്ക് കുറച്ച് സാലറി അല്ലെങ്കിൽ വേജസേ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലിങ്ങാവും. ദെൻ ലിമിറ്റേഷൻസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പീസ് സിസ്റ്റം. ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ലൈക്ലി ടു ഫാൾ. അല്ലേ, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എപ്പോഴും എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ട് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിൻ്റെ ക്വാളിറ്റിക്ക് അവിടെ എന്ത് ചെയ്യില്ല, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ദെൻ ദർ ആർ നോ ഗ്യാരണ്ടി ഫോർ മിനിമം വേജ്. മിനിമം വേജ് എന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടി ഇവിടെ ഇല്ല. കാരണം എന്താണ്, ഞാൻ 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് 100 രൂപ കിട്ടും. ഞാൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലോ എനിക്ക് എന്ത് കിട്ടില്ല, 1 രൂപ പോലും കിട്ടില്ല. പക്ഷേ നമ്മളെ ടൈം റേറ്റ് സിസ്റ്റത്തിൽ 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്താലും ഒന്നും ചെയ്യാതിരുന്നാലും നമ്മൾ ആ ടൈം ആയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കിട്ടും, നമുക്ക് വേജോ സാലറി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ദ ഡിഫിക്കൽട്ട് ടു ഫിക്സ് ആൻഡ് ഇക്വിറ്റബിൾ പീസ് റേറ്റ്. അല്ലേ, എല്ലാവർക്കും ഈക്വലായിട്ട് ഒരു ഫിക്സ്ഡ് പീസ് റേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എഫിഷ്യൻസിയും ഹാർഡ് വർക്കും എല്ലാവർക്കും ഡിഫറൻസ് ആയിരിക്കും. നാലാമത്തെ, ദർ മേ ബി മോർ സ്പോയിലേജ് ഓഫ് ഡിഫക്റ്റീവ് വർക്ക്. അല്ലേ, പിന്നെ നമ്മൾ ഡിഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കിവിടെ ക്വാളിറ്റിക്കല്ല ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ എങ്ങനെയെങ്കിലും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബോണസ് കിട്ടുന്ന അടിസ്ഥാനത്തിൽ ആളുകൾ പെട്ടെന്ന് സാധനങ്ങൾ, മെഷീൻസ് ആണെങ്കിലും അതുപോലെ പ്രൊഡക്റ്റ് ആണെങ്കിലും അവരെ ഇഷ്ടം പോലെ അവർ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് ഒരു ഡിഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നോക്കുക, നിങ്ങൾ പീസ് റേറ്റ് സിസ്റ്റവും ടൈം റേറ്റ് സിസ്റ്റം കൂടി എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ട് പഠിക്കുക. ഡീമറിസ് അതുപോലെ ഇതിൻ്റെ അഡ്വാൻസ് ആയിരിക്കും അതിന് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ അങ്ങനെ പഠിക്കുക. പിന്നെ സ്യൂട്ടബിലിറ്റിയും പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. എ വർക്കർ പെയ്ഡ് 200 per unit and he produced a 50 unit during a day of 8 hours. Calculate earning of workers under piece rate system. എന്താ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യന്? ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, ഒരു എംപ്ലോയി 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 8 മണിക്കൂറിനുള്ളിൽ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിന് 20 രൂപയാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പീസ് റേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മളിവിടെ 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. പെർ യൂണിറ്റിന് എത്രയാണെന്നും അതുപോലെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ. അല്ലേ, അപ്പോൾ ഏണിങ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസർ ഇൻറ്റു പീസ് റേറ്റ്. പ്രൊഡ്യൂസ് ചെയ്തത് 50 യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ 50 എന്ന് എഴുതി. നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 50 എഴുതി. ദെൻ പീസ് റേറ്റ് പെർ 20 ആണ്. അപ്പോൾ 20 എന്ന് എഴുതി. 50 × 20 ഈസ് ഈക്വൽ ടു 1000 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി കുറച്ച് കാര്യം കൂടി ഉണ്ട്. ടൈപ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റം നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ നോക്കാം. പീസ് റേറ്റ് സിസ്റ്റം ക്യാൻ ബി 4 ടൈപ്സ്. ഒന്ന് സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം. ഫിക്സ്ഡ് എമൗണ്ട് പെർ യൂണിറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആൻഡ് ഇക്വേഷൻ ഏണിങ്സ് ഫിക്സ്ഡ് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിക്സ്ഡ് റേറ്റ് പീസ് റേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ഇക്വേഷൻ ഏണിങ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. ഓക്കെ, അത് രണ്ടാമത്തത് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടി വീക്ക്ലി വേജ്. അണ്ടർ ദിസ് സിസ്റ്റം മിനിമം വേജ് ഈക്വൽ ടു ടൈം വേജ് ആർ ഗ്യാരണ്ടീഡ്. ഇഫ് പീസ് വേജ് ഈസ് ലെസ് ദാൻ ദ ടൈം വേജ് ദ വർക്കേഴ്സ് ഗെറ്റ് ടൈം വേജ്. അപ്പോൾ ഇവിടെ ഈ മെത്തേഡിൽ പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടി വീക്ക്ലി വേജ്, അതായത് പീസ് റേറ്റോ ആണോ, അതായത് ഇവിടെ ഈ എംപ്ലോയീസിന് മിനിമം ഗ്യാരണ്ടി സാലറി അല്ലെങ്കിൽ വേജ് കൺഫേം ചെയ്യുന്ന ഒരു മെത്തേഡാണ് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടി വീക്ക്ലി റേറ്റ്. അതായത് ഇപ്പോൾ അയാൾക്ക് ഏതാണോ, അപ്പോൾ അതായത് ടൈം റേറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും, പീസ് റേറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതിൽ ഏതാണോ അയാൾക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്, അയാൾക്ക് കൂടുതൽ കിട്ടുന്നത്, അതായിരിക്കും അവിടെ ഫോളോ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. ആ വേർഡിൽ നിന്ന് നമുക്ക് കിട്ടാം. എഫിഷ്യൻറ്റ് വർക്ക് ഈസ് പെയ്ഡ് അറ്റ് ഹൈ പ്രൈസ് റേറ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്ക് ഈസ് പെയ്ഡ് അറ്റ് ലോവർ പീസ് റേറ്റ്. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് കൂടുതൽ എമൗണ്ടും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബേഴ്സിന്
കുറഞ്ഞ എമൗണ്ടും പീസ് റേറ്റിൽ കിട്ടുന്ന മെത്തേഡാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം വേജ് ആൻഡ് പീസ് വേജ് സിസ്റ്റം. ടൈം വേജും പീസ് വേജും തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് നോക്കാം. ടൈം വേജിൽ വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം വർക്ക്ഡ്. ടൈമിൻ്റെ ബേസിലാണ് ടൈം വേജ് കിട്ടുക. വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, അല്ല ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് പീസ് റേറ്റ്. എഫിഷ്യൻസി ഈസ് നോട്ട് റിവാർഡഡ്. അവിടെ എഫിഷ്യൻസിക്ക് റിവാർഡൊന്നും കിട്ടില്ല, പക്ഷേ എഫിഷ്യൻസി ഈസ് റിവാർഡഡ്. പീസ് റേറ്റിൽ എഫിഷ്യൻസി റിവാർഡ്, എഫിഷ്യൻ്റായിട്ട് വർക്കേഴ്സിന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞു ടൈം വേസ്റ്റിൽ ആളുകൾ മടിയന്മാരായിരിക്കും, അപ്പോൾ സൂപ്പർവിഷൻ ആവശ്യമുണ്ട്. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് അവിടെ സൂപ്പർവിഷൻ ആവശ്യമില്ല. നെക്സ്റ്റ്, ഇറ്റ് എംഫസിസ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ്. ഇറ്റ് എംഫസിസ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ്. ഇവിടെ ക്വാളിറ്റിക്കാണ്, ടൈം റേറ്റിൽ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ പീസ് റേറ്റിൽ ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻ്റ്. മിനിമം വേജ് ഈസ് ഗ്യാരണ്ടീഡ്, മിനിമം വേജ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. ഇവിടെ വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ടൈമിൻ്റെ ബേസിൽ അവർക്ക് വേജ് ഗ്യാരണ്ടീഡാണ്. ഇവിടെ അവർ വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് വേജസ് കിട്ടുള്ളൂ, അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഫേവറബിൾ ബൈ ട്രേഡ് യൂണിയൻ. ഇറ്റ് ഈസ് നോട്ട് ഫേവറബിൾ ബൈ ട്രേഡ് യൂണിയൻ. ഇവിടെ ട്രേഡ് യൂണിയനൊക്കെ സപ്പോർട്ട് ചെയ്യൽ ടൈം റേറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ട്രേഡ് യൂണിയനൊന്നും പീസ് വേജ് സിസ്റ്റത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് ടൈം റേറ്റും പീസ് റേറ്റും, അതിൻ്റെ രണ്ടിൻ്റെയും സ്യൂട്ടബിലിറ്റിയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പിന്നെ ടൈം റേറ്റ് പീസ് റേറ്റ് നമുക്ക് വീണ്ടും അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടൈം വേജിൻ്റെയും പീസ് വേജിൻ്റെയും ഡിഫറൻസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.